ചെയ്ത് ശീലിച്ചു ആത്മാവ് പോകാതെയിരിക്കുമോ വിധി വന്ന. അപ്പൊ ഇയാളെ പരിപാടി എന്താ? മുഹിയുദ്ദീൻ ശൈഖിനെ ദീൻ വന്ന് മുഹിയുദ്ദീനെ എന്ന് വിളിച്ചപ്പോ ദീൻ അങ്ങനെ വിളിക്കുമോ? ദീൻ എന്ന് പറഞ്ഞാൽ വിളിക്കാൻ പറ്റിയൊരു സാധനാണോ എന്ന് ചോദിച്ച ആളെ ഇയാളെ പരിപാടി എന്താ? ദീന് ദിവസം നേരം വിളിച്ച അയാളെങ്ങനെ വിളിച്ചു. കട്ടൻ ചായന്റെ മാതിരിയാണ് ഇയാൾക്ക് അതൊരു ശീല. ദീന വന്നാണ്ട് ദീന വന്നിട്ട് ഇങ്ങനത്തെ ശീലാണ് ദീന വന്ന് വിളിച്ച്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ദീന വന്നു നോക്കിയപ്പോ കാണാതെ ആത്മാവ് പോകാതിരിക്കുമോ വിധി വന്നാൽ ദീനം ഇങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് എന്താണ് നിങ്ങളെ മൊഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് പറഞ്ഞ ദിഫാൻ ശൈഖിനെ പറ്റി പറഞ്ഞ വേറൊന്നിനെ പറ്റി പറഞ്ഞ അനിസ്ലാമികം ഉമർ മൗലവിനെ കുറിച്ച് നിന്റെ മനസ്സിലെ നീ പറഞ്ഞ തൗഹീദാണോ? കടുത്ത ശിർക്കല്ലേ ഇത്? കടുത്ത അനിസ്ലാമികല്ലേ ഇത്? കടുത്ത ധിക്കാരമല്ലേ നീ കാണിക്കുന്നത്? എന്നിട്ട് പറയാം എന്നിട്ട് ഇവന്റെ മതിൽ ഇങ്ങോട്ട് പറയാണേ, മലയാള മണ്ണിന് സൗഭാഗ്യമായിന് മൂന്നാം ഉമറായി ജീവിച്ച നാളുകൾ. മലയാള മണ്ണിന് സൗഭാഗ്യമായിന് ഉമർമാലാണ്. മലയാള മണ്ണിന് സൗഭാഗ്യമായിന് മൂന്നാം ഉമറായി ജീവിച്ച നാളുകൾ. ഇവൻ ആരാ? മൂന്നാം ഉമറാണ്. അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ല ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുർ റബ്ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പിന്നെ മൂന്നാം ഉമർ ആരാ? മലയാള മണ്ണിന് സൗഭാഗ്യ മൂന്നാം ഉമർ. പൊന്നു സലഫി, ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗം പറഞ്ഞിട്ട് നീ വന്ന് ചോദിച്ചല്ലോ. ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? പലതിനെ ചോദിച്ചല്ലോ. മൂന്നാം ഉമർ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്തിന്റെ ആഴത്തിൽ നീ വിശദീകരിക്ക്, മറുപടി പറ. അപ്പൊ ഞങ്ങൾ വിശദീകരിച്ചതാ, പൊതുവെ ഞങ്ങൾ പറഞ്ഞതാ. ഇവനാ മൂന്നാം ഉമർ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇവ മൂന്നാമറ ഞാൻ ഇക്കോട്ടെ മൂന്നാമറായിട്ട് ഈ സാധന ഈ ദുഞ്ഞാവുന്നാണ്ട് വിട പറഞ്ഞപ്പോ രണ്ടാമേനില്ലെന്ന് ദുഃഖം ശ്രവിക്കയാൽ ഏകൻ നിന്നെ കൂറിപ്പോരു സങ്കടം കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമേനില്ലെന്ന് ദുഃഖം ശ്രവിക്കയാൽ. എന്താ പറഞ്ഞത്? കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമേനില്ലെന്ന് ദുഃഖം ശ്രവിക്കയാൽ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല രണ്ടാമനുണ്ട്, മൂന്നാമനുണ്ട്. ഞാൻ ഇവനോ ഉമറുള്ളാർക്കാരും വലിയ സ്ഥാനം ഒരുപാട് പോയപ്പോ രണ്ടാമനില്ല, മൂന്നാമനും ചിലപ്പോൾ മാത്രമേ ഉള്ളൂ. ഉമർ റളിയല്ലാഹു തആല അഷ്റഫുൽ മുബശ്ശിരീങ്ങൾക്ക് കൊടുക്കപ്പെട്ടയാളാണ്. ഇവനാരാ? എന്നിട്ട് പറയാം ഇവനൊരു രണ്ടാമനില്ല. അപ്പൊ ഇങ്ങനെ ഒന്ന് മാത്രം അല്ല സൈഡിൽ രണ്ടാമനില്ല. വിശദീകരിക്ക്, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്ക്, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്ക്, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്ക്. തൗഹീദോ ശിർക്കോ? എന്നിട്ട് എന്താ പറയുന്നത്? മുബരിങ്ങനെ മരിച്ചു കിടന്നപ്പോ ചേതേനയറ്റുകീടക്കുന്നതാ സത്യം, ചേതേനയറ്റുകീടക്കുന്നതാ സത്യം, എല്ലൂമീനിയണയിക്കില്ല എന്ന പോൽ ചേതനയറ്റ് കിടക്കുന്നതാ സത്യം. ഇത് ആത്മാവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കുറച്ചെങ്കിലും വ്യാഖ്യാനിക്കാം. ഇതെന്താ? ആ ജീവല്ലാത്ത കഠിനം നോക്കിയിട്ട് പറയാണ് ചേതനയ്ക്ക് കിടക്കുന്നതാ സത്യം, സത്യതാ ദൈവത അങ്ങനെ കിടക്കുന്ന ചേതനച്ച് ആ മൃതശരീരം നോക്കിയിട്ട് ചേതന ചാനൽ അദ്വൈതല്ലേ, ശിർക്കല്ലേ? തൗഹീദ് പറയുന്നവരെന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ശിർക്ക് പ്രചരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഇത് ശിർക്കല്ലേ? കടുത്ത ശിർക്കല്ലേ? എങ്കിൽ ഈ വരികൾ ശിർക്കല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇത് വിശദീകരിക്ക്. എന്നിട്ടല്ലേ മൊയ്യദ്ദീൻമാലി സകലമായകൾ ഞങ്ങൾ വിശദീകരിച്ചാൽ ഒരു പേടും പേടിക്കേണ്ടത് വിശദീകരിക്കട്ടെ. എന്നിട്ടെന്താ പിന്നെ പറഞ്ഞ എന്താ? ശാശ്വത നാമമായി മണ്ണിലും വെണ്ണിലും, ശാശ്വത നാമമായി മണ്ണിലും വെണ്ണിലും. ആരാധ അള്ളാണ്. അപ്പൊ എന്താ എന്റെ പേര് എന്നൊന്നും ശാശ്വതമായിട്ട് പേരിങ്ങനെ നിലനിൽക്കും. മണ്ണിലും വെണ്ണിലും, മണ്ണിലും വെണ്ണിലും, ഭൂമിയിലും ആകാശത്തിലെ
ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും എന്റെ കൊടി നീളം അസ്ഥിയിലെയുള്ളവർ എന്ന് പറഞ്ഞ ശരിക്ക് മണ്ണിലും മുന്നിലും എന്റെ നാം അങ്ങനെ അല്ലെ ആകാശം ഉമർ മൗലവി നിങ്ങൾ എഴുതിച്ചിരിക്കാം. ഒന്നാം ആകാശത്ത് ഉമർ മൗലവി, രണ്ടാം ആകാശത്ത് ഉമർ മൗലവി, മൂന്നാം ആകാശത്ത് ഉമർ മൗലവി, ഭൂമിയിൽ മുഴുവൻ ഉമർ മൗലവി. നാമം ശാശ്വത നാമമായി മണ്ണിലും ഖുർആൻ കൊണ്ട് തെളിയിക്കുന്നത്. ഉമർ മൗലവിയുടെ നാമം ശാശ്വതമായി മണ്ണിലും വിണ്ണിലും രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്ക്, ഹദീസ് കൊണ്ട് തെളിയിക്ക്. നിനക്ക് ഹൗസ് എവിടെയുള്ളത്, കുത്തുബ എവിടെയുള്ളത്, റിജാൽ ഗൈബ് എവിടെയുള്ളത് ഒക്കെ മനസ്സിലാക്കി തിരിയാനാവണല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞതിന് മുമ്പ് ഉമർ മൗലവിന്റെ പേരെങ്കിൽ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഞങ്ങൾ സുന്നികളെ കുറെ വിശ്വാസത്തെയും അവരുടെ കുറെ ആചാരങ്ങളെയും ചോദ്യം ചെയ്തല്ലോ. ഈ വിശ്വാസം തെറ്റല്ലേ, ശിർക്കല്ലേ, കുഫറല്ലേ? വിശദീകരിക്ക്. അല്ലെങ്കിൽ ആകാശത്തും ഭൂമിയിലും ഉമർ മൗലവിയുടെ പേര് ശാശ്വതമായി നിലനിൽക്കുന്നുണ്ട് എന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്ക്, ഹദീസ് കൊണ്ട് തെളിയിക്ക്. എന്നിട്ടെന്താ? മുള്ളുകൾ താണ്ടിപ്പോലി പൂപാതയ്ക്ക് സൽസേദിയിലെന്ന് പേരെത്ര മഹത്തരം. മുള്ളുകൾ താണ്ടി ഉമർ മൗലവി ഒരു ത്വരീഖത്തുണ്ടാക്കി. മൂപ്പര ത്വരീഖത്തിന്റെ പേരെന്താ? പാത ത്വരീഖത്ത്. അതിന്റെ പേരെന്താ? സൽസബീല്. സൽസബീൽ എന്ന് പറഞ്ഞ ഉമർ മൗലവിക്ക് ഒരു ത്വരീഖത്തുണ്ട്. എന്നിട്ട് മൂപ്പരെ കുറിച്ചൊന്ന് മദീന ചെയ്തിട്ട് പറഞ്ഞ കേട്ടുക നിങ്ങള്. പരശുരാമന്റേത് കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേത് മാത്രമല്ലേ ഓരോ. പരശുരാമന്റേത് കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേത് മാത്രമല്ലേ ഓരോ. കേരളം ഉണ്ടായത് പരശുരാമൻ വഴി എറിഞ്ഞിട്ടാണ് എന്നൊരു ഐതിഹ്യം അല്ലേ? അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടാണെങ്കിൽ കേൾക്കണം, ഒരു യാഥാർത്ഥ്യം ഏതാണെന്ന് കേൾക്കണം. കേരളം പരശുരാമന്റെ ഒന്നല്ല, കേരളത്തിന്റെ ദൈവം പരശുരാമനല്ല അല്ലേ? പല അങ്ങനെയുള്ള വിശ്വാസം. കരക്കൊരു ദൈവം, കടലിനൊരു ദൈവം, കേരളത്തിനൊരു ദൈവം, തമിഴ്നാടിനൊരു ദൈവം. അതുകൊണ്ട് കേരളം എന്താണ്? പരശുരാമൻ മഴ എറിഞ്ഞിട്ടുണ്ടായതാണെന്ന് പറയുകയാണെങ്കിൽ പരശുരാമനല്ല. പിന്നെ ആരാ? കേരളം ഉമർ മൗലവിൻ്റെതാണ്. അവിടുത്തെ ദൈവം മൂപ്പര. അച്യുതാനൊന്നും കേൾക്കണ്ട. കാരണം മൂപ്പരിപ്പം കേരളം എന്റേതാണെന്ന് വിചാരിച്ച് മുഖ്യമന്ത്രി ആയിട്ടിരിക്കുക. അപ്പൊ കേരളം ആരുതാണെന്ന് അറിയോ? ഉമർ മൗലവിൻ്റെതാണ്. ഉമർ മൗലവിന്റെ കേരളം ഇത് കഥയെങ്കിൽ യാഥാർത്ഥ്യതാണ്. എന്നിട്ട് എന്താ പറയണത്? പരാശ്രയം കൂടാതെ ഉള്ളേനിൻ യാത്രയിൽ പൈസയില്ലാതെ വിഷമിച്ചതെത്രയോ. ഉമർ മൗലവിയുടെ യാത്ര എന്താ? പരാശ്രയം കൂടാതെ ആരെയും ആശ്രയിക്കാതെ സ്വമതായി നിരാശ്രയനായി ജീവിച്ചു എന്ന് പറഞ്ഞാൽ പരാശ്രയൻ ആരുടെയും ആശ്രയം കൂടാതെ നിരാശ്രയനായി ജീവിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നത് നിങ്ങൾ ഉമർ മൗലവിയെ കുറിച്ച് വിശ്വസിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് പറയേണ്ടത് നിങ്ങൾ ഉമർ മൗലവിയെ കുറിച്ച് പറയുന്നു. നിങ്ങൾ ശിർക്കല്ലേ ചെയ്യുന്നത് മൗലവി, ഇത് കുഫറല്ലേ ചെയ്യുന്നത് മൗലവി. നിങ്ങളുടെ ഈ ത്വരീഖത്തിലേക്ക് ഞങ്ങളില്ല മൗലവി, സുന്നികളില്ല മൗലവി. ഒരൊറ്റ സുന്നിയും നിങ്ങളുടെ ത്വരീഖത്തിലേക്ക് ഇല്ലേ ഇല്ല മൗലവി. പൂർത്തിയാകുള്ളൂ, അപ്പോൾ നമുക്ക് തിരിയുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത് എന്റെ ത്വരീഖത്തിലേക്ക് പറയാം. അള്ള സമതാണെന്ന്. അള്ള സമതാണ്. പിന്നെ ആരാ സമത്? ഉമർ മൗലവി സമതാണ്. കാരണം എന്താ? മൂപ്പര് നിരാശ്രയനാണ്. പരാശ്രയം കൂടാതെ ആരും ആശ്രയിക്കാതെ ജീവിച്ച യാത്രയാണ്. അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഉമർ മൗലവിയെ നിർത്തുന്ന ഈ പരിപാടി ശിർക്കല്ലേ? ഈ മാല കുഫർ മാലയല്ലേ? ഈ മാല പ്രചരിപ്പിക്കുന്ന അൽ ഇസ്ലാഹ് മാസിക കുഫറിന്റെ മാസികയല്ലേ? ഈ മാല വിശദീകരിക്കുന്ന അൽ ഇസ്ലാഹിന്റെ ആളുകൾ കുഫർ പ്രചരിപ്പിക്കുന്ന ആളുകളല്ലേ? ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളല്ലേ? അൽ ഇസ്ലാഹ് മാലിക വാരിക വിശദീകരിക്കാൻ വേണ്ടി പണമാകുന്ന നിങ്ങള് തൗഹീദ് വിറ്റ് കാശുണ്ടാക്കുന്ന ആളുകളല്ലേ? ശിർക്കിന്റെ പേരിൽ പണി വീഴുന്ന ആളുകളല്ലേ? മത പുരോഹിതന്മാരല്ലേ നിങ്ങൾ? പൗരോഹിതല്ലേ ചെയ്യണത്? സ്വന്തം നേതാവിന്റെ അല്ലെ അള്ളാഹ് റസൂലുള്ളാഹിനെ പ്രശംസിക്കാൻ പറ്റൂല, മുഹ്യിദ്ദീനെ പ്രശംസിക്കാൻ പറ്റൂല, നിസായി ശേഖനെ മതി ചെയ്യാൻ പറ്റൂല, അജ്മീറുൽ ഹാജ ബാബ റളിയല്ലാഹു അൻഹു മതി ചെയ്യാൻ പറ്റൂല, മമ്പൂറിനെ മതി ചെയ്യാൻ പറ്റൂല, ഉമർ മൗലവിനെ മതി ചെയ്യാൻ. തനിക്ക് പൗരോഹിത്യം, സ്വന്തം നേതാക്കളെ റബ്ബായി കാണുന്ന ഈ പൗരോഹിത്യം ശിർക്കാണ്. ഇനി ഇത് എഴുതിയാന്റെ മാല, ഇവിടെ പ്രസംഗിച്ചവന്റെ മാല മത്സാ വരൂലേ?
ഇങ്ങനെ തന്നെയല്ലോ ലോകത്ത് ശിർക്കുണ്ടായത്. നീ പറഞ്ഞത് എങ്ങനെയാണെന്ന്. കാരണം എന്താ? ആദ്യം ഇങ്ങനെ ആദരിക്കും, മഹാന്മാരെല്ലാം മരിച്ചു പോകും, ഇങ്ങനെ മാലയ്ക്ക് വരും, പിന്നെ ഫോട്ടം വരും, പിന്നെ ഇങ്ങനെ കാണുമ്പോ പഠിച്ചോനെ എന്താ ഇതിലിങ്ങനെ ഉമ്മർ മാല, സൈൻ സലഫി മാല, സക്കരിയ സലാമി മാല, എ.പി. അബ്ദുൽ ഖാദർ മൗലവി മാല, മദനി മാല, ഇങ്ങനെ കുറെ മാല കാണുമ്പോ നേരത്തെ ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആളുകൾ അങ്ങനെ ചിന്തിച്ചൊന്നിച്ച് പറഞ്ഞല്ലോ, യഅൂഖ നസ്ര എന്നല്ലേ ഈ വെച്ചങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ പഠിച്ചോനെ ഇവിടെ ഒരുപാട് മനുഷ്യന്മാർ വന്നിട്ടും എന്താ ഈ വെച്ചങ്ങളെ ഫോട്ടോ മാത്രം കാണാൻ കാരണം, ഈ വെച്ചങ്ങളെ വിഗ്രഹം മാത്രം എന്താ കാണാൻ കാരണം? അപ്പൊ ഇവർ പുണ്യാത്മാക്കളാണ്, ഇവര് നല്ല ആളുകളാണ്, ആരവരെ ബഹുമാനിച്ചു, പിന്നെങ്ങനെ പിന്നെങ്ങനെ ആദരിച്ച് അത് ആരാധനയായി മാറി എന്ന മാതിരി ഇവിടെ വഹാബി നാളെ അല്ലെ ജനിക്കുന്ന വഹാബി കുട്ടി ഈ അലിസ്ലാവാസി നിങ്ങളെ മാലിങ്ങനെ എടുത്ത് നോക്കുമ്പോ ഇതെന്താ ഉമ്മർ മാല, അബ്ദുൽ ഖാദർ മൗലവി മാല, സക്കരിയ സലാഹി മാല, ഹുസൈൻ സലഫി മാല, മദനി മാല, സുന്നവി മാല, ഇങ്ങനെ പലജാതി മാലങ്ങൾ. എന്താ ഈ വ്യക്തികളെ മാത്രം മാലങ്ങൾ? എന്താ വ്യക്തികളുടെ പ്രത്യേകത? എന്താ ഉമ്മർ മൗലവിന്റെ മാലക്ക്? ആ ഉമ്മർ മൗലവിന്റെ മാലക്കൊരു പ്രത്യേകത ഉണ്ട്. പരശുരാമന്റേത് കഥയുടെ കേരളം എന്റേത് മാത്രമല്ലേ ഗുരു. ഇയാള് കേരളത്തിന്റെ ദൈവമായിരുന്നു. വെറുതല്ല. എന്നിട്ടെന്താ പിന്നെന്താ പറയുന്നത്? പരാജയം കൂടാതെ ഇയാള് നിരാശ്രയനായി ജീവിച്ച, സ്വമതായി ജീവിച്ച, സ്വമതീയത്ത് എന്ന സ്ഥാനമുള്ള ആളാണ്. ഇയാൾ അള്ളനെയാണ് സാക്ഷാൽ ദൈവം. ആരാധിക്കാൻ തുടങ്ങൂലേ? ആദരവിടൂലേ? ആരാധനയായി മാറൂലേ? ഇതല്ലേ ശിർക്ക്? ഈ ശിർക്ക് പ്രചരിപ്പിക്കാൻ പറ്റും. എന്നിട്ട് ഉമ്മർ മൗലവി എങ്ങനെ ജീവിച്ചതെന്നറിയാം. സ്വർലോകം കൈകൊള്ളിലാക്കി ജീവിക്കവേ, സ്വർലോകം കൈകൊള്ളിലാക്കി ജീവിക്കവേ, എങ്ങ് സമ്പാദിച്ചു ഭൂമിയെ. അപ്പൊ എന്താ? ഈ ഭൂമിയൊരുണ്ടപ്പോൾ എൻ കയ്യിലെന്നോവർ ഭൂമിയില്ലേ എന്ന് പറഞ്ഞ അത് പറയാൻ പാടില്ല, ശിർക്കാണ്. ഉമ്മർ മൗലവിന്റെ കയ്യിലെന്താ? മൂപ്പരിങ്ങനെ ദുനിയാവിൽ ജീവിക്കുമ്പോ ഉമ്മർ മൗലവി എന്റെ കയ്യിലെന്താ? സ്വർഗം. സ്വർഗം ഇങ്ങനെ കയ്യെ പിടിച്ച് ജീവിക്കാം. സ്വർഗം ആരെടുത്താ? ഉമ്മർ മൗലവിന്റെ അടുത്താണ്. ഈ മാല ഖുർആന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക, ഈ വരി വിശദീകരിക്കുക. ഞങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടാവില്ലേ? ഈ ഹുസൈൻ സലഫിയും അതുപോലെ തന്നെ ഇവരെ പോലെയുള്ള യുവത്വങ്ങളെ മുഴുവനും അള്ളാഹുവിന്റെ ഔലിയാക്കളെയും ആരിഫീങ്ങളൊക്കെ ധിക്കരിച്ച് ഇത്രത്തോളം സംസാരിക്കാൻ കാരണം എന്താ? ഇവറ്റങ്ങൾക്ക് ആഖിറത്തിൽ വിശ്വാസമല്ലേ? സ്വർഗത്തിൽ പോകേണ്ടി നമുക്ക് തോന്നണം ഇല്ല? ഇവറ്റങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം എന്താ? സ്വർഗം ഉമ്മർ മൗലവിന്റെ അടുത്തല്ലേ. ഉമ്മർ മൗലവി ഇങ്ങനെ ഹുസൈൻ സലഫി എന്റെ അടുത്താ സ്വർഗം, കേരിക്കോ. സക്കരിയ അത് കേരിക്കോ. അബ്ദുൽ ഖാദർ മൗലവി സ്വർഗ. പിന്നെ ആര് പറഞ്ഞൂടാ? സ്വർഗം അള്ളാന്റെ അടുത്തൊന്നല്ലോ, ഉമ്മർ മൗലവിന്റെ അടുത്ത്. നിങ്ങളെ നേതാവിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞു, വിശ്വസിക്കാൻ പാടില്ലാത്തത് വിശ്വസിച്ചു. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്ക് നിങ്ങൾ പ്രശ്നം ഗുരുതര, വളരെ ഗുരുതരമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ മജീദ് സാഹിബ് പറഞ്ഞതാ, സ്വർഗം ഭൂമിയെക്കാളും ആകാശത്തെക്കാളൊക്കെ വലുതാ സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഭൂമി മൊയ്തീൻ ശേഖർ ഉണ്ടപ്പോ എന്ന് പറഞ്ഞാൽ അത് സ്വർഗ അതിന്റെ തലന്റെ മേലെന്ന് ഇങ്ങനെ കയ്യിൽ പിടിച്ചാണ് ഉത്തര നടക്കുക, കൈക്കൊള്ളിലാക്കിക്കാണ് നടക്കുക. എന്നിട്ട് ഇനിയിപ്പോ മൂപ്പർക്ക് ശിർക്കും കുഫ്റൊന്നും വരാൻ സാധ്യതയില്ലാത്തൊരു വാക്കുകളിലുണ്ട്. എന്താ പറഞ്ഞാല് ഡോക്ടറും ഡെപ്യൂട്ടി ഡയറക്ടർ പോലുള്ള ഉന്നതേരവാർ തേടുത്തു ഹേ മക്കളായി. മറുമൊഴി ദുനിയാവിൽ ജീവിച്ച വലിയ ചെയ്തൊരു സേവനം എന്താണെന്നറിയാം? മൂപ്പര മക്കളെ ആരിഫീങ്ങളാക്കി, ഔലിയാക്കളാക്കി, ആരിഫീങ്ങളാക്കി. അതൊന്നുമല്ല. മൂപ്പര് പിന്നെന്താ? ഡോക്ടറാക്കി ഒരു മോനെ, മറ്റൊരു മകനെ ഡെപ്യൂട്ടി ഡയറക്ടറാക്കി, DD ആക്കി, ഡെപ്യൂട്ടി ഡയറക്ടർ. ഈ നാളെ എഴുതുമ്പോഴേ ഞാൻ ഓർത്തു പോവുകയാണ്, ഞാൻ കണ്ടു ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മാസ്റ്റർക്ക് പരിചയം എന്നാ പറഞ്ഞത്. ബഷീർ മാസ്റ്റർ ഡെപ്യൂട്ടി ഡയറക്ടറാക്കി മാറ്റി എന്ന് പറയുന്ന ബഷീർ മാസ്റ്ററിന്റെ ഇന്നത്തെ അവസ്ഥ, അദ്ദേഹവുമായി ആരോ നടത്തിയ ഒരു പീഡി കാണാനിടയായി തനി സന്യാസിയായി ഇസ്ലാമിക ആശയങ്ങളോട് എല്ലാ നിലക്കും വിട്ടുതറന്ന് ജീവിക്കുന്ന ഇയാളുണ്ടാക്കിയതേറെ മഹത്വം. ഞാൻ പറഞ്ഞത് മക്കൾ ചിലപ്പോൾ അങ്ങനെ ആവൂല, അതിന് വാപ്പാക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷെ ഒരു മോന്റെ മധുര എഴുതുമ്പോഴൊന്ന് ആലോചിക്കണ്ടേ? എന്ത് എഴുതി വെക്കാണ്?
എന്നും പറയാനാ? ഇത് അതിരുവിട്ട സ്നേഹമല്ലേ? ഇത് അതിരുവിട്ട ആദരവല്ലേ? ഇത് അതിരുവിട്ട ബഹുമാനമല്ലേ? ഇത് അതിരുവിട്ട പ്രശംസല്ലേ? ഇത് അതിരുവിട്ട പുകഴ്ത്തലല്ലേ?